സമീപകാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് വഖഫ് ഭേദഗതി നിയമം. ആ വഖഫ് ഭേദഗതി നിയമത്തിന്റെ പേരിൽ രാജ്യത്ത് പല സ്ഥലത്തും വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലൊക്കെ തന്നെ. രാജ്യത്തെ പല സ്ഥലത്തും മുസ്ലിം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രകടനങ്ങളൊക്കെ നടന്നിരുന്നു. കേരളത്തിലും നടന്നിരുന്നു. ഈ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അത് പാസ്സാകുമോ എന്നൊരു സംശയം പല രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ പ്രവർത്തകരും ഒക്കെ പങ്കുവച്ചിരുന്നു. കാരണം BJPക്ക് ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. BJP ലോക്സഭയിൽ അല്ലെങ്കിൽ BJP ഭരിക്കുന്നത് ബീഹാറിൽ നിന്നുള്ള JDUവിന്റെയും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള TDPയുടെയും കൂടി പിന്തുണയോടുകൂടിയാണ്. JDU ആണെങ്കിൽ ഈ വർഷം അവസാനം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഇടയിൽ നല്ല സ്വാധീനമുള്ള നേതാവാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് മുസ്ലിം തിരിച്ചടി ഉണ്ടാകുമോ ഈ ബില്ലിനെ പിന്തുണച്ചാൽ എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്ത ഇലക്ഷൻ വരാനിരിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങളെ പിന്തുണക്കാതിരിക്കാൻ വേണ്ടി JDU ഈ ബില്ലിനെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല എന്നാണ് തുടക്കത്തിൽ പലരും പറഞ്ഞത്. പക്ഷേ JDU പിന്തുണച്ചു. എല്ലാ BJP അനുകൂലിക്കുന്ന പാർട്ടികളും പിന്തുണച്ചു. ബില്ല് പാസ്സായി. അത് ലോക്സഭയിലും പാസ്സായി, രാജ്യസഭയിലും പാസ്സായി. പ്രസിഡന്റിന് അനുമതി ഉണ്ടായി. അതിനുശേഷമുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ച് കഴിഞ്ഞു. അതിനുശേഷമാണ് രാജ്യത്തെ പല സ്ഥലത്തും പ്രക്ഷോഭങ്ങളൊക്കെ നടന്നത്. ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ബീഹാറിൽ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. സത്യത്തിൽ വഖഫ് ഭേദഗതി നിയമം ബീഹാർ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? സത്യത്തിൽ ബാധിക്കില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ഇപ്പോൾ പറയുന്നത്. ഒരു പ്രധാന കാരണം ഒന്ന്, മുസ്ലിങ്ങൾ തന്നെ നല്ലൊരു വിഭാഗം ഈ ബില്ലിനെ അനുകൂലിക്കുകയാണ്. മുസ്ലിങ്ങളെ ഈ ബില്ലിനെതിരെ തിരിച്ചുവിടാൻ വേണ്ടി അതിശക്തമായ ധ്രുവീകരണം നടത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ മുസ്ലിങ്ങളും ബില്ലിനെ എതിർക്കുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ അത് BJPയുടെ അല്ലെങ്കിൽ BJP സഖ്യത്തിന്റെ പ്രകടനത്തെ ബാധിക്കില്ല എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. ഇത് നേരത്തെ നടത്തിയ പല സർവേകളുടെയും അടിസ്ഥാനത്തിൽ, സാമുദായികമായ വോട്ടിംഗ് പാറ്റേണിനെ കുറിച്ച് നടത്തിയ കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു നിഗമനമാണ്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം 25% മുസ്ലിങ്ങൾ വോട്ടർമാരായിട്ടുള്ള നിയോജകമണ്ഡലങ്ങളുടെ എണ്ണം 40 243 മണ്ഡലങ്ങളാണ് ബീഹാറിൽ ആകെയുള്ളത്. അതിൽ 40 മണ്ഡലങ്ങളിലാണ് 25% മുസ്ലിങ്ങൾ ഉള്ളത്. 20നും 25%നും ഇടയിൽ മുസ്ലിങ്ങളുള്ള 20 മണ്ഡലങ്ങളുണ്ട്. ആകെ അങ്ങനെ അതേ സമയത്ത് 70%-ലധികം മുസ്ലിങ്ങളുള്ള ചില മണ്ഡലങ്ങൾ മാത്രമാണുള്ളത്. പക്ഷെ ആകെ ഏതാണ്ട് 60-70 മണ്ഡലങ്ങളിൽ മാത്രമാണ് മുസ്ലിങ്ങൾക്ക് നിർണായകമായ സ്വാധീനമുള്ളത് എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. അതായത് 243 മണ്ഡലങ്ങളിൽ 70 മണ്ഡലങ്ങളിൽ മാത്രമാണ് മുസ്ലിങ്ങൾക്ക് കാര്യമായ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ ഉള്ളത്. ഇതിൽ തന്നെ പരമ്പരാഗതമായി എടുത്തു നോക്കുകയാണെങ്കിൽ മുസ്ലിം വോട്ട് ബീഹാറിൽ കൂടുതലും കിട്ടിയിരുന്നത് രാഷ്ട്രീയ ജനതാദളിനും കോൺഗ്രസിനുമാണ്. നിതീഷ് കുമാർ ഒരു മുസ്ലിങ്ങളിടയിൽ സ്വാധീനമുള്ള നേതാവാണെങ്കിൽ പോലും നിതീഷ് കുമാറും RJDയും ഒരുമിച്ച് നിന്ന സമയത്ത് മാത്രമാണ് അവർക്ക് മുസ്ലിം വോട്ട് കിട്ടിയത്. നിതീഷ് കുമാർ BJPയുടെ കൂടെ നിന്ന സമയത്തൊക്കെ മുസ്ലിം വോട്ട് പൂർണ്ണമായിട്ടും RJDക്കാണ് പോയത്. 75% മുസ്ലിങ്ങൾ, അതായത് ഭൂരിഭാഗം മുസ്ലിങ്ങളും RJDക്ക് വോട്ട് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇലക്ഷനുകൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഏതാണ്ട് 50% വോട്ട് RJDക്ക് കിട്ടിയ ചില ഇലക്ഷനുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് 10-15% വോട്ടാണ് കോൺഗ്രസിന് കിട്ടിയത്. അപ്പോഴും മുസ്ലിങ്ങളുടെ വോട്ട് പലപ്പോഴും പ്രാദേശിക പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കുമായിട്ട് വിഭജിക്കപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ ഈ ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിൽ എടുത്തു നോക്കുക, 2005 മുതലുള്ള കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ 5%, 6% വോട്ട് മാത്രമാണ് BJPക്ക് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയത്. അതേപോലെ തന്നെ BJPക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള നിതീഷ് കുമാറും BJPയും ഒരുമിച്ച് ചേർന്ന തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ, അതായത് 2020 തെരഞ്ഞെടുപ്പിൽ അന്ന് JDU BJP ഒരുമിച്ചാണ് മത്സരിച്ചത്. അന്ന് 5% വോട്ട് മാത്രമാണ്, മുസ്ലിം വോട്ട് മാത്രമാണ് കിട്ടിയത് എന്നാണ് CSDSന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആ സമയത്ത് RJD കോൺഗ്രസ് സഖ്യത്തിന് 76% മുസ്ലിങ്ങളും RJD കോൺഗ്രസ് സഖ്യത്തിനാണ് വോട്ട് ചെയ്തത്. അതേപോലെ തന്നെ 2010 തെരഞ്ഞെടുപ്പിൽ JDUവിന് 21% വരെ വോട്ട് കിട്ടിയിട്ടുണ്ട് BJP സഖ്യത്തിന്. അതാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ട് അവർക്ക് കിട്ടിയ സമയത്ത്. ആ സമയത്ത് RJDക്ക് 32% വോട്ടും കോൺഗ്രസിന് 22% വോട്ടുമാണ് കിട്ടിയത്. പക്ഷെ അന്ന് BJP സഖ്യത്തിന് വോട്ട് കിട്ടാനുള്ള കാരണം
അന്ന് RJDയും കോൺഗ്രസും വ്യത്യസ്തമായിട്ട് പരസ്പരം മത്സരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് 2010 തെരഞ്ഞെടുപ്പിൽ. 2005 തെരഞ്ഞെടുപ്പിൽ 40% വോട്ട് RJDക്ക് കിട്ടിയ സമയത്ത് 35% വോട്ട് മുസ്ലിം വോട്ട് മറ്റ് പാർട്ടികൾക്കായിട്ട് വിഭജിക്കപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. ബി ജെ പി JDU സഖ്യത്തിന് 4-5% വോട്ട് മാത്രമാണ് കിട്ടിയത്. അപ്പൊ അങ്ങനെ ഒരു കണക്കുകൂട്ടൽ നോക്കുന്ന സമയത്ത് BJP-JDU സഖ്യത്തിന് 4-5% മുസ്ലിം വോട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബീഹാറിൽ ഈ ഒരു വഖഫ് ബില്ലിന് യാതൊരു സ്വാധീനവും ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം നേരത്തെ പലരും ആശങ്കപ്പെട്ടതുപോലെ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരികയാണെങ്കിൽ അത് മുസ്ലിം വോട്ട് BJP-JDU സഖ്യത്തിന് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ JDU ഈ ഒരു ബില്ലിനെ പിന്തുണയ്ക്കില്ല എന്നായിരുന്നു പലരും കരുതിയത്. ഇപ്പോൾ JDU പിന്തുണച്ചു കഴിഞ്ഞു, ബില്ല് പാസ്സായി. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് മുസ്ലിം വോട്ട് ഏതാണ്ട് എൻ ബ്ലോക്കായിട്ട് തന്നെ പ്രതിപക്ഷത്തിന് പോയാലും അത് BJP സഖ്യത്തെ ബാധിക്കില്ല. കാരണം പരമ്പരാഗതമായിട്ട് 5% വോട്ട് മാത്രമാണ് കിട്ടുന്നത്. അതിൽ നല്ലൊരു ശതമാനം വോട്ട് BJPക്ക് എന്തായാലും മുസ്ലിങ്ങളുടെ നല്ലൊരു ശതമാനം വോട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നിലവിൽ കിട്ടുന്ന വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ BJPക്ക് കുറയാൻ സാധ്യതയില്ല ഈ ഒരു നിയമ ഭേദഗതിയുടെ പേരിൽ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു വിലയിരുത്തൽ.